വെൽക്കം ബാക്ക് ടു റോഷ്നീസ് വ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുമളിക്ക് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അച്ചാച്ചനും മമ്മിയും ഞാനും ജിയക്കുട്ടിയും മാട്ടിച്ചാച്ചയും കൂടെയാണ് പോകുന്നത്. അച്ചാച്ചൻ്റെ ചേട്ടൻ്റെ വീട്ടിലും പിന്നെ 2 പെങ്ങന്മാരുടെ വീട്ടിലും പോകാനുണ്ട്. അതുപോലെ തന്നെ മാട്ടിച്ചാച്ചയുടെ അച്ചാച്ചൻ്റെ ചേട്ടൻ്റെ മക്കളൊക്കെ കുമളിയിലുണ്ട്. അവരെയൊക്കെ ഇന്ന് കണ്ടു കേട്ട് വരാൻ വേണ്ടിയാണ് ഈ പോകുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് ഈ കാട്ടുപന്നിയുടെയും കാട്ടുപോത്തിൻ്റെയൊക്കെ ശല്യമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം ഇത് ഈ പോകുന്ന വഴിക്ക് ഇത് കണ്ടോ, ഇവിടെ ഒരു മഞ്ഞ വേലി കെട്ടിയിട്ടിരിക്കുന്നതാണ് പ്ലാസ്റ്റിക് കൊണ്ട്. ഇത് ഈ കാട്ടുപന്നിയുടെയൊക്കെ വന്ന് നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കുന്നത് കൊണ്ട് കെട്ടി വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെ ഇത് ഹൈ റേഞ്ച് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ലോ റേഞ്ചിലും ഉണ്ട്. കഴിഞ്ഞ ദിവസം പൊൻകുന്നം പാലാ റൂട്ടിൽ അട്ടിക്കൽ എന്ന് പറയുന്നൊരു സ്ഥലത്ത് കാട്ടുപന്നി പകൽ സമയത്ത് റോഡ് ക്രോസ് ചെയ്തു നമ്മുടെ വണ്ടിയുടെ മുന്നിൽ കൂടെയാണ് കടന്നു പോയത്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ശല്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വളഞ്ഞാങ്ങാനും എത്തിയപ്പോൾ നമ്മൾ അവിടെ ചെറിയൊരു ബ്രേക്ക് എടുത്തു. വീണ്ടും നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ് കേട്ടോ. ഈ കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ എന്നാ ഭംഗിയല്ലേ. അങ്ങനെ നമ്മൾ ആദ്യം പോകുന്ന വീടെന്ന് പറഞ്ഞാൽ അച്ചാച്ചൻ്റെ പെങ്ങളുടെ വീട്ടിൽ, അച്ചാച്ചൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പം അങ്ങോട്ട് വണ്ടിയൊക്കെ ഇറങ്ങിപ്പോകും. പക്ഷെ നമ്മൾ ഇവിടെ മെയിൻ റോഡിൽ തന്നെയാണ് വണ്ടി ഇട്ടിട്ട് താഴോട്ട് കുറച്ച് ദൂരം നടന്നു പോയാൽ മതി. അപ്പം നടന്നു പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ നടന്നു വീട്ടിലെത്തി. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാവരും കൃഷിക്കാരാണ് കേട്ടോ. ഏലം, അതുപോലെ തന്നെ കുരുമുളക്, വാഴ, പിന്നെ നാരകം, ഓറഞ്ച്, ഇങ്ങനെയുള്ള എല്ലാ കൃഷി ഇനങ്ങളും നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. ഇത് എൻ്റെ കസിൻ്റെ മക്കളാണ്. അവിടെ നമ്മുടെ ജിയാക്കുട്ടിയുടെ പ്രായത്തിലുള്ളൊരു മോളുണ്ട് കേട്ടോ. അപ്പോൾ 2 പേരും കൂടെ ഭയങ്കര കമ്പനി അടിച്ച് നടക്കുകയാണ്. എപ്പോഴും അവർ നാട്ടിൽ വന്നാലും നമ്മുടെ വീട്ടിൽ വന്നാലും അവർ ജിയനായും ആമിക്കുട്ടിയും കൂടെ എപ്പോഴും ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഊഞ്ഞാലയിലൊക്കെ കയറി ഇങ്ങനെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ അച്ചാച്ചനും ചേച്ചിയും ഹസ്ബൻഡും മമ്മിയും എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് പഴയകാല ചരിത്രങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ബിരിയാണിയാണ് ബിനോയ് ചാച്ചനും സ്മിത ചേച്ചിയും കൂടെ നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്നത്. ചേച്ചി ജോലിക്ക് പോയി കേട്ടോ, ഉണ്ടാക്കി വെച്ചിട്ട്. എങ്കിലും സമയമായപ്പോഴത്തേക്ക് വന്ന് എല്ലാവർക്കും വിളമ്പയൊക്കെ കൊടുത്തു. ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് ആ മെയിൻ റോഡിലേക്ക് ബിനോയ് ചാച്ചൻ ഞങ്ങളെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ്. എനിക്കെല്ലാവരും ചാച്ചന്മാരാണ് കേട്ടോ. അതെന്നാന്നറിയത്തില്ല, ചെറുപ്പം മുതലേ ഈ ചേട്ടന്മാരെ എല്ലാം ചാച്ച എന്ന് വിളിച്ച് ഇവരൊക്കെ എൻ്റെ ചാച്ചന്മാരാ. എന്താ പറയുക, ഇവരൊക്കെ എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ ചാച്ചന്മാർ. അപ്പം ഇവരൊക്കെ ആയിട്ട് എപ്പോഴും ഞാൻ എപ്പോഴും ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എല്ലാ ചാച്ചന്മാരും എല്ലാ ചേച്ചിമാരും ഒക്കെ ആയിട്ട് ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് നമ്മുടെ ചാച്ചിയുടെ വീട്ടിലോട്ടാണേ. ഇങ്ങനെ വഴി കാത്തു നിൽക്കുകയാണ്, അനിയൻ വരുന്നതും കാത്ത്. അപ്പം ഇത് ജിയക്കുട്ടിയുണ്ട്, മാട്ടിച്ചാച്ചയുണ്ട്. അപ്പം നമ്മൾ ആദ്യം പോയത് ബിജു ചാച്ചൻ്റെ വീട്ടിലോട്ടാണ്. ചാച്ചൻ്റെ വീട്ടിൽ വണ്ടി ഇട്ടിട്ട് ചാച്ചിയുടെ വീട്ടിലോട്ട് നടന്നിറങ്ങി പോവുക ചെയ്തത്. അപ്പം ഇങ്ങനെ ഞങ്ങൾ പതുക്കെ പുറകെ ചെന്നപ്പോഴത്തേക്കും അച്ചാച്ചൻ അവിടെ ഡ്രസ്സൊക്കെ മാറി റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പറമ്പിലൊക്കെ പോയി ഏലത്തിൻ്റെ ഇതൊക്കെ നോക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത കുട്ടികൾക്ക് മ്യൂസിക് പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവരെ എല്ലാവരെയും കൂടി കൂട്ടി വണ്ടിക്ക് മ്യൂസിക് ക്ലാസ്സിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ചവിടുന്ന് വന്നപ്പോൾ ഒരു വണ്ടി പിള്ളേരെയും കൊണ്ടാണ് ഞങ്ങൾ വന്നത്. വണ്ടിക്കകത്ത് ഒരു വാഗണർ കാറിനകത്ത് 7 കുഞ്ഞു പിള്ളേർ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇത് അടിപൊളി കപ്പ ബിരിയാണി ചാച്ചിയുടെ വക. പിന്നെ ആ കപ്പ ബിരിയാണിയൊക്കെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിച്ചു കേട്ടോ. ചാച്ചി നല്ലവണ്ണം ഫുഡ് ഉണ്ടാക്കും. നമ്മുടെ കുടുംബയോഗത്തിൻ്റെ വീഡിയോ ഇല്ലേ, അത് എല്ലാവരും കണ്ടു കാണുമായിരിക്കുമല്ലോ. അപ്പോൾ ആ വീഡിയോയിൽ ചാച്ചിയാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ ചാച്ചിയാണ് അതിൻ്റെ മെയിൻ കുക്കി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പോയി കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു, കട്ടൻ കാപ്പിയൊക്കെ അടിച്ചു. ഞങ്ങൾ 2 പേരും കൂടെ പള്ളിയിൽ പോയി. ഞാനും ചാച്ചനും ചേച്ചിയും കൂടെ പള്ളിയിൽ പോയി. ബാക്കിയുള്ളവരെല്ലാം നേരത്തെ പോയി, ഞങ്ങൾ താമസിച്ചാണ് പോയത്. അത് കഴിഞ്ഞ് നമ്മുടെ ജിയാക്കുട്ടിയും ജുവലുകുട്ടിയും ജെബിനും നോയലും ജോയലും എല്ലാവരും കൂടെ പോയിരുന്ന് കാപ്പി കുടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അടിപൊളി പാലപ്പവും
ബീഫ് എന്താ പറയുക വെളുപ്പിച്ച് വെച്ചത്, എന്താ അതിന് പേര് പറയുന്നത്, മൊപ്പാസ്. അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഓറഞ്ചൊക്കെ പറിച്ചു കഴിച്ച് നടക്കുകയാണ്. നമ്മുടെ ജിയക്കുട്ടിക്ക് പിന്നെ ഓറഞ്ച് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. ഫുഡടി കഴിഞ്ഞ് മേളിലോട്ട് കയറി വന്നപ്പോൾ ഇതേണ്ട ബോണി ചേച്ചിയുടെ വക കപ്പയും മീൻകറി. നമ്മൾ വിടുവോ? പിന്നെ കപ്പയും മീൻകറിയും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞ് ഏറെ സങ്കടകരമായ വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അച്ചാച്ചനും ചാച്ചിക്കും മമ്മിക്കും ചാച്ചിയുടെ വീട്ടിലെ മമ്മിക്കും ഒക്കെ ഭയങ്കര സങ്കടം പോകാൻ. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് രാവിലെ തന്നെ അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് മാട്ടുചാച്ചയുടെ അച്ചാച്ചൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഈ വീട്ടിൽ ചേട്ടനും ചേച്ചിയും പിള്ളേരും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അവർ ഏലത്തിന് മരുന്നൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. പിന്നെ അവർ കയറി വന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ഇനി തിരിച്ചു വന്നിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഇഞ്ചിയാനിക്കാണ് കേട്ടോ. മുണ്ടക്കയത്തെത്തിയപ്പോൾ നമ്മുടെ ടൗൺ ബേക്കറിയിൽ നിന്ന് കുറച്ച് സ്നാക്സും ഒക്കെ വാങ്ങിച്ചു. കാരണം ഞങ്ങൾ റാണി ആൻറ്റിയുടെ വീട്ടിലോട്ടല്ലേ പോകുന്നത്. അവിടെ നമ്മൾ ജോഹാൻകുട്ടൻ ഞങ്ങളെ കാത്തിരിക്കുകയില്ലേ. അപ്പോൾ അവന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് മേടിക്കണ്ടേ. എന്നും കുറച്ച് ബിസ്ക്കറ്റും അങ്ങനെയുള്ള അവന് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ നേരെ റാണി ആൻറ്റിയുടെ വീട്ടിലോട്ട് പോകാൻ. റാണി ആൻറ്റിയുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് നോക്കിയാലില്ലേ നേരെ അപ്പുറത്തെ സൈഡ് നല്ലൊരു കുന്നും നല്ല ഇത്രയും മാത്രം ഗ്രീൻ കളറ് കാണണമെങ്കിൽ അവിടെ പോകണമെന്ന് ഞാൻ എപ്പോഴും ഓർക്കും കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ജോഹാൻകുട്ടൻ അച്ചാച്ചനെ കണ്ടത് അച്ചാച്ചൻ്റെ തോളെ കയറി പിന്നെ കളിയായി ചിരിയായി വർത്തമാനമായി ആകെപ്പാടെ ബഹളം. അതിൻ്റെ കൂടെ നമ്മുടെ ജിയാക്കുട്ടി അവനെ ചിരിപ്പിക്കുന്നു. ജിയാക്കുട്ടിയുടെ മടിയിൽ അവന് കിടക്കണം. ആകെപ്പാടെ ബഹളങ്ങളാണ്. ജിയാക്കുട്ടിക്ക് അറിയത്തില്ല കേട്ടോ. എന്നിട്ട് അവിടുന്ന് നമ്മൾ ചോറുമൊക്കെ ഉണ്ട്. അവിടുന്ന് എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോരുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന വഴിക്ക് ഞങ്ങൾ 2-3 ടോപ്പൊക്കെ വാങ്ങിച്ചു കേട്ടോ. പൊൻകുന്നത്തുള്ള ന്യൂ ഫാഷൻ ടെക്സ്റ്റൈൽസിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ റോസ്മിയുടെ എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട് നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അനിയത്തിക്ക് കൊടുത്തു വിടാൻ വേണ്ടിയുള്ള ഡ്രസ്സൊക്കെയാണ് എടുത്തത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുവാണ്. ഓക്കെ, അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.